മിസ്റ്റേക്സ് ഐ മെയ്ഡ് ആസ് എ ബിഗിനർ ഇൻ മൈ UPSC പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഐ എം വിനായക്, യു വാച്ചിങ് UPSC വേൾഡ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്, ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ഫ്യൂ വീഡിയോസ് വിച്ച് ഐ ഹാവ് പോസ്റ്റഡ് ഓർ ഐ എം ഗോയിങ് ടു പോസ്റ്റ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലിറ്റിൽ ലോങ്. ശരിയാക്കിയതിനേക്കാളും കുറേ തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ഈസ് ദാറ്റ് ഞാൻ ബുക്സ് കുറേ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ബുക്സ് എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്തില്ല. ഞാൻ ഈ ലക്ഷ്മികാന്തും മാത്രമാണ് ആ സ്റ്റാൻഡേർഡ് ബുക്ക് വാങ്ങിയത്. അതിന് പകരം എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുറേ ബുക്സ് കിട്ടി. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ കുറേ PDFs കുറേ സാധനങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഒരു തട്ടാക്കിയിട്ട്, അതായത് മേ ബി ഒരു 5 or 10 കിലോസിൻ്റെ ബുക്സ് ഉണ്ടാകും, ഞാൻ പ്രിൻ്റ് എടുത്ത് ബൈൻഡ് ചെയ്തത് അതിങ്ങനെ അട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോച്ചിങ് സെൻറ്ററിൻ്റെ ടൈം ടേബിളാണ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ തരുന്ന സമയത്തേക്ക് നമുക്ക് എക്സാം എഴുതണം, അവർ പറയുന്ന സമയത്തേക്ക് നമ്മൾ ഇന്ന് പോർഷൻ തീർക്കണം. പക്ഷെ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു പോർഷൻ തുടങ്ങും, ഒരു സബ്ജക്റ്റ് പകുതി ആകുമ്പോഴേക്ക് അവർ പറഞ്ഞ ഡെഡ് ലൈൻ എത്തും, എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടാവില്ല. ഞാൻ ആ സബ്ജക്റ്റ് അവിടെ നിർത്തും, എന്നിട്ട് അടുത്ത സബ്ജക്റ്റ് തുടങ്ങും, അടുത്തതും അതേപോലെ പകുതിയാക്കും, നിർത്തും. അങ്ങനെ എല്ലാം പകുതിയാക്കിയിട്ട് ഇവിടെ റിവിഷൻ പറയും. ഇവർ റിവിഷൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും മറ്റേ ഫസ്റ്റ് പാർട്ടിലേക്ക് എത്തും. വീണ്ടും സെയിം സബ്ജക്റ്റ് ഫസ്റ്റ് തൊട്ട് പകുതി എത്തും, അവരടുത്ത് റിവിഷൻ പറയും, ഞാൻ അടുത്ത്. അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഞാൻ പഠിച്ചു പോയത്, അതല്ലാതെ സെക്കൻഡ് പാർട്ടിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അടുത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും അറിയുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ഒരു പോർഷൻ അറിയാമെങ്കിൽ എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് വരുമ്പോൾ ഞാൻ അത് വീണ്ടും വായിക്കും, അതിൻ്റെ ഒരു ചോദ്യം ചെയ്യും, വീണ്ടും അത് വന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റ് വീണ്ടും 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അത് ഞാൻ വീണ്ടും നോക്കും. അങ്ങനെ അത് മാത്രം ഫോക്കസ് ചെയ്ത് പുതിയ ടോപ്പിക്കുകളിലേക്ക് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന അടുത്തൊരു മിസ്റ്റേക്ക്. അടുത്ത വലിയൊരു ഹ്യൂജ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, ഞാൻ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല പഠിച്ചത്. അതെനിക്ക് വളരെ വലിയൊരു റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. കാരണം മെയിൻസ് ഓറിയൻറ്റഡ് പഠിക്കാമെന്ന് വെച്ചാൽ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം, ആൻഡ് നമ്മൾ കുറച്ചും കൂടി ഒരു അനലിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ എസ്സേ അല്ലെങ്കിൽ ആ ഒരു ആൻസറിൻ്റെ സ്ട്രക്ചറിൽ വേണം പല കാര്യങ്ങളും പഠിക്കാൻ. അത് ഞാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ളൊരു സമയം സ്കിപ്പായിപ്പോയി. ഞാൻ ആദ്യത്തെ ഒരു 2 months കോച്ചിങ് സെൻറ്റർ പറഞ്ഞതുപോലെ അത് ഫോളോ ചെയ്തു. പക്ഷെ പിന്നീട് ഇവർ പറഞ്ഞ ഈ റൂട്ടീനിലേക്ക് വന്നല്ലോ, നമ്മൾ ഇന്ന സബ്ജക്റ്റ് ഇങ്ങനെ പഠിക്കണം. അതിലേക്ക് എത്തിപ്പെട്ടിയപ്പോഴേക്ക് എനിക്ക് ആ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ സാധനം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും സാധനം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വർക്ക് ഓവർലോഡ് വന്നപ്പോഴേ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സാധനം ഡ്രോപ്പ് ചെയ്തു. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഞാൻ വരുത്തിയത് കറണ്ട് അഫെയർസിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരോടും മാഗസീൻ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും മാഗസീനിലേക്ക് ഞാൻ ഓപ്റ്റ് ചെയ്തല്ലോ. പക്ഷേ എല്ലാ മാസത്തിൻ്റെ ഈ മാഗസീൻ ആ മാസം തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ അടുത്ത തെറ്റ്. ഒരു കൊല്ലം, അതായത് 1.5 കൊല്ലത്തെ കറണ്ട് അഫെയർസ് ഞാൻ ഒരു 4 months കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാന്ന് വെച്ചാൽ ഇത്രപാട് കണ്ടന്റ് കിട്ടുമ്പോഴുണ്ടല്ലോ, നമ്മൾ വായിക്കും അടുത്തതിലേക്ക് പോകും. പക്ഷെ അവിടെ റിവിഷൻ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ കറണ്ട് അഫെയർസ് നമ്മൾ അധികം നീട്ടി വെക്കാൻ വേണ്ടി പാടില്ല. അടുത്ത് എനിക്ക് പറ്റിയൊരു തെറ്റെന്താ വെച്ചാൽ, ഞാൻ കുറേ യൂട്യൂബ് ചാനൽസിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ പോയി. പല മെൻറ്റേഴ്സിനെ ഞാൻ കണ്ടെത്തി. സോ ഈ മെൻറ്റേഴ്സ് പറയുന്ന ഒരു 2-3 കാര്യങ്ങൾ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ അതിലേക്ക് ഭയങ്കര എൻ്റെ പ്രിപ്പറേഷൻ ആ ഒരു സൈഡിലേക്ക് പോയി. പക്ഷെ അതിൽ പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ, അവർ പറഞ്ഞു ഇന്ന് കണ്ടന്റ് മാത്രമേ വരത്തുള്ളൂ, ഇന്ന് സാധനം എന്തായാലും വരും, ഇത് ഡെഫിനറ്റ്ലി 100% ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം ഏകദേശം ആ ഒരു 10-12 ടോപ്പിക്കിലേക്ക് ഒതുങ്ങിപ്പോയി. മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ജെന്യുവനായിട്ട് പറയുന്നത്. പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഇതും വളർത്തിയിട്ട് നിങ്ങൾ ആ ടോപ്പിക്കുകൾ കൂടി നോക്കണം. ഈ പറഞ്ഞ സാധനം മാത്രം നോക്കി പോയാൽ അത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ഞാൻ പെട്ടുപോയി. കാരണം പല ടോപ്പിക്കുകൾ അങ്ങനെ നോക്കിയിട്ട് അത് ചോദിച്ചത് പോലുമില്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിപ്പറേഷൻ. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഞാൻ വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ PYQs ചെയ്തത് വളരെ കുറവായിരുന്നു. PYQs ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ അത്രയും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം തന്നെ എനിക്ക് പറ്റിയ തെറ്റായതുകൊണ്ടാണ്. കാരണം ഞാൻ ചെയ്തപ്പോഴും ഒരു ലാസ്റ്റത്തെ 1 month മാത്രമാണ് ഒരു 5 or 6 PYQs മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴെനിക്ക് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്.
ഇതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകളും എൻ്റെ വളരെ കുറവായിരുന്നു. കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ അനലൈസ് ചെയ്തില്ല. അതുപോലെ തന്നെ ചെയ്ത അനാലിസിസ് വളരെ കുറവായിരുന്നു. കാരണം അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത മോക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന മോക്കിനെ അനലൈസ് ചെയ്യുന്നത് വളരെ കുറവായിപ്പോയി. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള പോയിന്റേഴ്സ് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അടുത്തത്. അടുത്ത ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാനാണെങ്കിലും എന്നെപ്പോലെ പലരും ചെയ്യുന്ന ഒരു തെറ്റ് CSAT സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് കണക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ കണക്കിനെ ഏറ്റവും ലാസ്റ്റിലേക്കാണ് ഞാൻ മാറ്റി വെച്ചത്. അതിനെനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു കോൺഫിഡൻസ്, എൻ്റെ കോംപ്രിഹെൻഷൻ സ്ട്രോങ് ആണെന്നുള്ളതാണ്. പലർക്കും ഇംഗ്ലീഷ് അറിയുന്ന പലരും ഈ ഒരു കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അവർ കോംപ്രിഹെൻഷൻ പഠിച്ച് പിടിച്ച് നിൽക്കാമെന്ന് വിചാരിക്കും. ഞാനും അതേ രീതിയിലായിരുന്നു. എനിക്ക് വന്ന CSAT എൻ്റെ എക്സാമിലുണ്ടല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും ഓപ്ഷൻസ് എനിക്ക് ഓൾമോസ്റ്റ് സെയിം തോന്നി. ഞാൻ നോക്കുമ്പോൾ ഒന്നതിൻ്റെയും ഓപ്ഷൻ ബി ആണ്, മൂന്നാമത്തതിൻ്റെയും ബി ആണ്, നാലാമത്തതിൻ്റെയും ബി ആണ്. കോംപ്രിഹെൻഷൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. സോ കണക്കുകൾ ഞാൻ ചെയ്തു, പക്ഷേ അതും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് വളരെ ടൈം എടുത്തു. എനിക്ക് വളരെ പേടിയായി. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് 50 or 60% മാത്രമേ ഉറപ്പുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ പ്രിപ്പറേഷൻ ലാസ്റ്റിലേക്ക് നമ്മളെ ഈ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും CSAT ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സ്ട്രക്ചറിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഇത് തന്നെയാണ് എൻ്റെ കൺക്ലൂഷൻ. ദ വീഡിയോ ഈസ് ഗോയിങ് ടു എൻഡ്. ഇത്രയും മിസ്റ്റേക്സ് ആണ് എൻ്റെ പ്രിപ്പറേഷനെ കൊണ്ടുവന്നത്. നിങ്ങൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഈ തെറ്റുകൾ വരുത്തുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ് ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തു, ഐ വോണ്ട് ടു ഫിക്സ് ദിസ്. ആൻഡ് ഞാൻ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. So that's it for today. I hope you like the videos and I hope you like to listen all the mistakes I made. And that's it. Like my video, subscribe and share with your other friends who you might think are making the same mistake as me. Take care. Continue preparation. Do not give up. You got this. Bye.